നമ്മുടെ ഓർമ്മകളിൽ പണ്ടായാലും നമ്മുടെ നാട്ടിലായാലും ഇവിടെയായാലും നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ കാണുന്നത് ഒരു കുറച്ച് വിയേർഡായിട്ടുള്ള ഫുഡ് കോമ്പിനേഷൻസ് ആണ്. ഞാൻ ചൈനയിൽ പോയിരുന്നു. അപ്പോൾ ചൈനയിൽ പോയ സമയത്ത് ലൈക്ക് ഞാൻ ഒരു മാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് എങ്ങനെയും ബാഡ്ലി ഐ വാണ്ടഡ് ടു ഹാവ് നമ്മുടെ റൈസ്, നമ്മുടെ ചോറും അങ്ങനത്തെ. അപ്പോൾ വളരെ ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ അവിടേക്ക് കുറേ യാത്ര ചെയ്തിട്ട് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര ക്യൂ. അപ്പോൾ അവിടെ ഞാൻ വിചാരിച്ചു എന്തോ സ്പെഷ്യൽ. അപ്പോൾ എല്ലാ രാജ്യക്കാരും ഉണ്ട് അവിടെ. ഞാൻ അടുത്ത് പോയി നോക്കിയപ്പോൾ ലൈക്ക് ഒബ്വിയസ്ലി പിക്ചേഴ്സ് മനസ്സിലായത് സ്കോർപ്പിയൻ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുന്ന സാൻഡ്വിച്ച് ആയിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് വേറൊരു റെസ്റ്റോറൻറ്റ് ഞാൻ പോയപ്പോൾ ലൈക്ക് ഐ ഹാഡ് ഗോൺ വിത്ത് വൺ ഓഫ് മൈ ഫ്രണ്ട് അവിടെ. അപ്പോൾ ലൈക്ക് ഹീസ് ടോൾഡ് മീ ലൈക്ക് അവിടുത്തെ എന്തെങ്കിലും ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ കഴിക്കാത്ത എന്തെങ്കിലും ഡിഫറെൻറ്റ് ട്രൈ ചെയ്തോന്ന് വെച്ചിട്ട് അവിടെയും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് അവർ പ്രസൻറ്റ് ചെയ്തത് ഡൗ ഫ്രൈ ആയിരുന്നു. ഡൗ ഫ്രൈ. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റയിൽ കണ്ട ഓണത്തിൻ്റെ ഒരു പോസ്റ്റാണ്. ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ മുകളിൽ നല്ല തിളച്ച മത്തിക്കറി ഒഴിക്കണത്. അത് AI ആയിരുന്നു തോന്നുന്നുണ്ടല്ലേ? കാണുമ്പോൾ ഞാൻ തോന്നുന്നു, പറയാൻ പറ്റില്ല, ശരിക്കും ആൾക്കാർ കഴിക്കണ്ടാവും. ലോക്കസ്റ്റ് ഉണ്ടല്ലോ, ലോക്കസ്റ്റ് ആക്ച്വലി അവര് ഇങ്ങനെ കൂട്ടായിട്ട് ചെറിയൊരു മഴയൊക്കെ വരുമ്പോൾ ഇത് കിട്ടും നമുക്ക്. അപ്പൊ ഇത് അവര് ഫ്രൈ ചെയ്തിട്ടും ഇത് അവര് നോർമൽ ഒരു ഫുഡായിട്ട് അവർ കഴിക്കുന്നുണ്ട്.